ആഗ്രഹമുണ്ട്. പാർട്ടി മെമ്പറാണ്, ആഗ്രഹമുണ്ട് സഖാ വിജയിക്കണമെന്ന്. ഈ ഇതിൻ്റെ ഇലക്ഷൻ വർക്കിലൊക്കെ ഒരുപാട് പങ്കെടുക്കാൻ പറ്റില്ല, കാരണം ഞങ്ങളുടെ കല്യാണത്തിൻ്റെയൊക്കെ തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ പങ്കെടുക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെ ഈ വോട്ട് ചെയ്യണമെന്ന് എനിക്ക് നിർബന്ധമാണ്. ഇല്ലില്ല, കഴിഞ്ഞു. ഞങ്ങൾ ചെറിയൊരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ഏകദേശം ഒരു 3/4 മണിക്കൂർ ട്രാവലിംഗ് ഉണ്ടായിരുന്നു നമ്മുടെ ഇതുവരെ റെയിൽവേ സ്റ്റേഷൻ വരെ. അവിടുന്ന് 10:40 തന്നെ ട്രെയിൻ വന്നു, 3:10 ഇവിടെ എത്തി. അത് വന്ദേ ഭാരത് ആയതുകൊണ്ടാണ്, അല്ലെങ്കിൽ എത്തൂല. നമസ്കാരം. പോസ്റ്റ് ന്യൂസ് ചാനൽ വളരെ കൗതുകം നിറഞ്ഞ ഒരു വാർത്ത നിങ്ങൾക്ക് മുന്നിൽ എത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൻ്റെ 47-ാം നമ്പർ ബൂത്തിൽ അവിടെ ഇന്നൊരു വിശേഷപ്പെട്ട, അല്ലെങ്കിൽ നമുക്ക് കൗതുകം തോന്നുന്ന യുവമിഥുനങ്ങൾ ഇന്ന് വോട്ട് ചെയ്യാൻ എത്തുകയാണ്. അതായത് ഇന്ന് രാവിലെ തൃശ്ശൂർ വെച്ച് കല്യാണം നടന്നു. കല്യാണം കഴിഞ്ഞുടനെ വന്ദേ ഭാരത് ട്രെയിനിൽ ട്രിവാൻഡ്രത്ത് വന്നിറങ്ങി. അവിടെ നിന്ന് നേരെ ഈ ബൂത്തിലെത്തി വോട്ട് ചെയ്യുകയാണ് ഈ ദമ്പതികൾ ചെയ്യുന്നത്. അവരെ വെയിറ്റ് ചെയ്താണ് ഞങ്ങൾ ഈ ബൂത്തിൽ ഇപ്പോൾ നിൽക്കുന്നത്. ഏതായാലും നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാം. അവരോട് അവരുടെ യാത്ര എങ്ങനെയിരുന്നു എന്ന് ചോദിച്ചറിയാം. സംസാരിക്കാൻ വലിയ ശബ്ദമൊക്കെ പോയിരിക്കാൻ സുഖമില്ല. സോ അതുകൊണ്ട് കൂടുതൽ സംസാരിക്കരുത്. ജനാധിപത്യം എന്ന് പറയുന്നത് ഒരു പൗരൻ്റെ അവകാശമാണ്. സോ വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്ര ദൂരം വന്നു. കന്നി വോട്ടൊന്നുമല്ല ഇത്. ഒരുപാട് തവണ വോട്ട് ചെയ്തിട്ടുണ്ട്. കന്നി വോട്ടല്ല. അങ്ങനെയാണെങ്കിൽ പറയാം. നിങ്ങളുടെ ഭാഷയിൽ അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ പറഞ്ഞോളൂ. ഞങ്ങളുടെ കല്യാണം നേരത്തെ കൂട്ടി തീരുമാനിച്ചതാണ് 26. അതിനുശേഷമാണ് ഇലക്ഷൻ ഡിക്ലെയർ ചെയ്തത്. അപ്പം തന്നെ പുള്ളിക്കാരൻ പറഞ്ഞായിരുന്നു, അപ്പം തന്നെ നമ്മൾ ടിക്കറ്റ് വന്ദേ ഭാരതിൽ ടിക്കറ്റ് എടുത്തു. വോട്ട് ആൾക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. അങ്ങനെ വന്ദേ ഭാരത് ബുക്ക് ചെയ്തു. അത് ആളിങ്ങനെ ഒരു 1000 പറഞ്ഞു. അപ്പം നോർമലി ഇപ്പം ട്രാവലിംഗ് അറിയാമല്ലോ നമുക്ക്. അത് നോക്കിയപ്പോൾ വന്ദേ ഭാരത് അവിടെ നിന്ന് 10:40 അപ്പോൾ അതിൽ കയറി ഞങ്ങളിവിടെ 3:10 ഇവിടെ എത്തി. അപ്പം വോട്ടിടാൻ പറ്റും. കുറച്ച് ഫാമിലി ആൾക്കാർക്കും വോട്ടിടാൻ പറ്റുന്ന രീതിയിൽ വന്നായിരുന്നു. ഇവിടെ അടുത്ത് തന്നെയാണ്. എൻ്റെ ഏണിക്കരയാണ് ബൂത്ത്. ആളുടെ ഇവിടെ നെട്ടയത്താണ് താമസിക്കുന്നത്. അതുകൊണ്ടാണ് ഇവിടെ. എന്നാണ് നിങ്ങൾ ഇവിടുന്ന് ഇന്നലെ 25-ാം തീയതി പോയതാണ് രാവിലെ. ഏതാണ് ഇന്നത്തെയാണോ? ഇന്ന് രാവിലെ 10:40 7:30 കഴിഞ്ഞു. ഇല്ലില്ല, കഴിഞ്ഞു. ഞങ്ങൾ കുറച്ചവിടെ ചെറിയൊരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ഏകദേശം ഒരു 3/4 മണിക്കൂർ ട്രാവലിംഗ് ഉണ്ടായിരുന്നു നമ്മുടെ ഇതുവരെ റെയിൽവേ സ്റ്റേഷൻ വരെ. അവിടുന്ന് 10:40 തന്നെ ട്രെയിൻ വന്നു, 3:10 ഇവിടെ എത്തി. അത് വന്ദേ ഭാരത് ആയതുകൊണ്ടാണ്, അല്ലെങ്കിൽ എത്തൂല. അല്ല, നോർമലി സ്റ്റോപ്പുകളും പിടിച്ചിടലൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ കറക്റ്റ് ടൈമിൽ തന്നെ ഇവിടെ എത്തി.
ഇടതുപക്ഷമാണെന്ന് പറഞ്ഞത് ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യം അത് മുൻനിർത്തി തന്നെയാണോ ഇത്രയും തിരക്കിട്ട് ഇവിടെ എത്തി വോട്ട് ചെയ്യേണ്ട സാഹചര്യം ഉണ്ടായത്? അതായത് കഞ്ഞിൽ സഖാവ് ജയിക്കണം എന്നുള്ള ആ ഒരു ഇത് തന്നെയാണ് ആഗ്രഹമുണ്ട്, പാർട്ടി മെമ്പറാണ്, ആഗ്രഹമുണ്ട് സഖാവ് ജയിക്കണമെന്ന്. ഈ ഇതിന്റെ ഇലക്ഷൻ വർക്കിലൊക്കെ സജീവമായിട്ടുണ്ടായിരുന്നു. ഒരുപാട് പങ്കെടുക്കാൻ പറ്റില്ല, കാരണം ഞങ്ങളുടെ കല്യാണത്തിൻ്റെയൊക്കെ തിരക്കും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു. അപ്പോൾ പങ്കെടുക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെ ഈ വോട്ട് ചെയ്യണമെന്ന് എനിക്ക് നിർബന്ധമായിരുന്നു.